Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today, we'll be discussing the poem Night of the Scorpion by Nizam Ezekiel. Nizam Ezekielനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. He is a famous Indian poet. നമ്മൾ എവിടെ ആണെങ്കിലും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഷുവറായിട്ടും പഠിക്കുന്ന ഒരു പോയിറ്റാണ് നിസം എസക്കിൽ. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയിംസിൽ ഒന്ന് തന്നെയാണ് ഈ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിസം എസക്കിൽ എന്ന് പറയുന്നത് ഹി വാസ് ബോൺ ഇൻ ദ ഇയർ 1924. 2004 മരിച്ചത്. ജനിച്ചതും മരിച്ചതും ഒക്കെ ബോംബെയിലാണ്. ഹി വാസ് എ പോയറ്റ്, ഹി വാസ് ആൻ എഡിറ്റർ, ഹി വാസ് എ പ്രൊഫസർ, അങ്ങനെ ഒരു എന്താ പറയുക പ്ലേ റൈറ്റായിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ആക്ച്വലി ഇത് ഇപ്പോൾ പോളിക്കാരുടെ സിലബസിലുള്ളൊരു പോമാണ്. പക്ഷേ അവർക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിറ്റിനെ പറ്റിയിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ജനറൽ ഇംഗ്ലീഷ് പേപ്പർ പോലത്തെ ഒരു പേപ്പർ ആയതുകൊണ്ട് ഓൾ ദീസ് ഡീറ്റെയിൽസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദെം. പക്ഷേ ഏതെങ്കിലും അടുത്ത മേജർക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ചും നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു പോമാണ് കേട്ടോ. എന്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾക്ക് വായിച്ചിരിക്കേണ്ട ഒരു പോമാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോം നോക്കാം. ഓക്കെ, I remember the night my mother was stung by a scorpion. അപ്പോൾ ഈ ആക്ച്വലി പോം പറയുന്നത് ഒരു ചെറിയൊരു ആൺകുട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നോക്കിക്കാണുകയാണ്. എന്താണ് നോക്കിക്കാണുന്നത്? ഈ കുട്ടിയുടെ അമ്മേനെ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞാൽ തേളെന്ന് പറയില്ലേ, അത് കടിച്ചിട്ടുള്ള ആ രാത്രി ഈ കുട്ടി ഓർത്തെടുക്കണം. മേ ബി ദ ബോയ് ഹാസ് ഗ്രോൺ അപ്പ്, ആ ഒരു സ്റ്റേജിലായിരിക്കാം. പക്ഷെ നമുക്ക് അവിടെ ഭയങ്കര ഒരു കുട്ടി വളരെ വിട്ട് നിന്ന് ഭയങ്കര ഒബ്ജക്റ്റീവായിട്ട് നിന്ന് കാണുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. കാരണം കുട്ടി ഈ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല. കുട്ടി അല്ലാത്തതും വിട്ട് മാറി നിന്ന് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നൊരു വ്യക്തി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മേനെ തേള് കടിച്ച ആ രാത്രി എന്തായിരുന്നു സംഭവിച്ചത്? 10 hours of steady rain had driven him to crawl beneath a sack of rice. See, അവിടെ നമ്മൾ സാധാരണ ആനിമൽസിനൊക്കെ ഇറ്റ് എന്നുള്ള പ്രൊണൗണാണ് യൂസ് ചെയ്യുക അല്ലേ? പക്ഷെ അവിടെ ഹിം എന്നാണ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്താണ് 10 hours of steady rain അല്ലേ? 10 hours 10 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? ആ മഴയത്ത് 10 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സ്കോർപ്പിയൻ ചാക്കിൻ്റെ അടിയിലേക്ക് ക്രോൾ ചെയ്ത് വന്നു അല്ലേ, എഴഞ്ഞ് വന്നു. Parting with his poison flash of diabolic tail in the dark room, he risked the rain again. അല്ലേ? അപ്പോൾ എന്താണ് പാർട്ടിങ് വിത്ത് പോയ്സൺ വിട്ട് കളഞ്ഞിട്ട് എന്നാണ് അവിടെ ലിറ്ററലി പറയാം. അതായത് പോയ്സൺ ഈ അമ്മയുടെ മേത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തു, അമ്മേനെ കടിച്ചു, അതാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്തിട്ട് ഫ്ലാഷ് ഓഫ് ഡയബോളിക് ഇൻ ദ ഡാർക്ക് റൂം, ഹി റിസ്ക് ദ റെയിൻ അഗെയിൻ. അല്ലേ? ആ ഡയബോളിക് എന്ന് പറഞ്ഞാൽ ഒരു ഈവിൾ, ആ ഈവിൾ ടെയിലും കൊണ്ട് ആ ഡാർക്ക് റൂമിൽ നിന്ന് അത് പുറത്തേക്ക് പോയി. ഹി റിസ്ക് ദ റെയിൻ അഗെയിൻ. അല്ലേ? പിന്നെയും തിരിച്ച് മഴയത്തേക്ക് തന്നെ പോയി അല്ലേ? അപ്പോൾ ഈ പോയിം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ വില്ലേജിലാണ്. അപ്പോൾ ഇന്ത്യൻ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ട്, നമുക്കൊരാൾക്കൊരു ആവശ്യം വന്ന ആൾക്കാരൊക്കെ അങ്ങനെ അല്ലേ ഒത്തുകൂടും. അങ്ങനെയുള്ള ഒരു സെറ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. The peasants came like swarms of flies and buzzed the name of God 100 times to paralyze the evil one. അല്ലേ? അപ്പോൾ സാധാരണക്കാരാണ്, അവർക്ക് എന്താണ് ദ കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്. അല്ലേ? സ്വാംസ് ഓഫ് ഫ്ലൈസ് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ഇച്ചകൾ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വരില്ലേ, അതാണ് സ്വാംസ് ഓഫ് ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ പെസൻസ് എങ്ങനെയാണ് വന്നത്? ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്, ഈ ഇങ്ങനെ പ്രാണികളുടെ കൂട്ടമായിട്ട് വരുന്നത് പോലെ പെസൻസ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ ഉപമ എന്ന് പറയും അല്ലേ? ഒരു സാധനത്തിനെ മറ്റൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യാണ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ആൻഡ് ഓർ ആസ്. ലൈക്ക് എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ആസ് എന്നുള്ള വേർഡോ ഉപയോഗിച്ച് ഒരു സാധനത്തിനെ മറ്റൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ സിമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം. The peasants came like swarms of flies and buzzed the name of God 100 times to paralyze the evil one. അല്ലേ? പെസൻസ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ്, കൃഷിക്കാരല്ലേ, സാധാരണക്കാർ. ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നാമം ഇങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്തിനാ ചൊല്ലിയത്? ടു പാരലൈസ് ദ ഈവിൾ വൺ. അല്ലേ? ആ ഡയബോളിക് ടെയിൽ, അല്ലേ, ആ വിഷം ഈ അമ്മയുടെ ഈ എന്താ പറയുക, പോയം പറയുന്ന ആ നറേറ്റ് ചെയ്യുന്ന കുട്ടിയുടെ അമ്മയുടെ മേത്തേക്ക് ചെന്നിട്ടുണ്ട് വിഷം, അല്ലേ? അപ്പം ആ വിഷം ഇല്ലാതാവാൻ, ആ ഈവിൾ ഇല്ലാതാവാനായിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? നാമം ചൊല്ലാണ്, അല്ലേ? With candles and with lanterns, throwing giant scorpion shadows on the mud-baked walls, they searched for him. അല്ലേ? ക്യാൻഡിൽസ്, മെഴുകുതിരികളും ലാൻറ്റേൺസ്, ഇങ്ങനെ വിളക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. എന്തിനാ നടക്കുന്നത്? ദേ സെർച്ച് ഫോർ ഹിം. അല്ലേ? അവർ ആ തേള് എവിടെ നോക്കുകയാണ്, തേള് എവിടെ പോയി നോക്കുകയാണ്. അപ്പം അങ്ങനെ ആ മെഴുകുതിരിയും വിളക്കൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവരുടെ ആ നിഴല് മഡ് ബേക്ഡ് വാൾസ്, അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ആ ചുമരിൽ ഇവരുടെയൊക്കെ ഷാഡോ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ആ ഷാഡോ വന്ന് പതിക്കുമ്പോൾ ആ ഷാഡോന് ഇങ്ങനെയുള്ള രൂപമായിരുന്നു, ജയന്റ്, വലിയൊരു സ്കോർപ്പിയൻ്റെ രൂപമായിരുന്നു. ഓക്കെ, ബട്ട് ഹി വാസ് നോട്ട് ഫൗണ്ട്. അല്ലേ? അതിനെ കണ്ടെത്താൻ പറ്റിയില്ല. ദി ക്ലിക്ക് ദി ടങ്സ്, അല്ലേ, എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലേ, ഷോ കഷ്ടായിട്ടോ എന്ന് പറയില്ലേ, ആ ഒരു നാക്ക് വെച്ച് ഉണ്ടാക്കുന്ന ശബ്ദമാണ് പറയുന്നത്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഷോ കഷ്ടം, അതിനെ കിട്ടിയില്ല, അല്ലേ? എന്നിട്ട് പറയണം, with every movement that the scorpion made, his poison moved in mother's blood, they said. അല്ലെ? അവർ പറയണം, എന്ത്? സ്കോർപ്പിയോൺ നീങ്ങും തോറും അതിൻ്റെ പോയ്സൺ നമ്മുടെ മേലും ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അത് നീങ്ങണതായിട്ട് ബന്ധം ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ഇതൊരു സാധാരണക്കാരായിട്ടുള്ള വില്ലേജിലെ ആൾക്കാരുടെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ അവർ പറയണം, മേ ഹി സിറ്റ് സ്റ്റിൽ, ദിസ് സെഡ്. അതൊന്നും അനങ്ങാണ്ടിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അനങ്ങും തോറും ഇവരുടെ മേത്ത് ഇതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലേ, നാട്ടിൻപുറത്തൊക്കെ പ്രത്യേകിച്ചും കാണാം, ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ ഇങ്ങനെ കമൻസ് പറയുമോ, അതങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അവർക്ക് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ സ്നേഹം കൊണ്ട് അവർ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണത്, അല്ലേ? അപ്പോൾ ആ ഒരു സെറ്റിംഗ് ആണ് ഈ പോയത്തിനകത്ത് ഉള്ളത് കേട്ടോ. May the sins of your previous birth be burnt away tonight, they said. അല്ലേ? നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ ഇല്ലാതാവട്ടെ, അല്ലേ? അവർ പറയണം. May your suffering decrease the misfortunes of your next birth, they said. അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? അത് ഈ ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹിന്ദു ബിലീഫാണ്. അത് നോക്കൂ, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ ഇല്ലാതാവട്ടെ, അല്ലേ? നമ്മൾ എന്തെങ്കിലും വയ്യാതൊക്കെ കിടക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ എന്തെങ്കിലും കർമ്മഫലം ആയിരിക്കാം, അല്ലേ? നിങ്ങൾ ഈ ജന്മത്തിൽ ഇത്രയൊന്നും പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ലേ? അപ്പോൾ മുൻ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം, അതിൻ്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ പോവുമായിരിക്കും, ഇങ്ങനെ തീരുമായിരിക്കും എന്ന് പറയുകയാണ് അവർ. May your suffering decrease the misfortunes of your next birth, they said. ഇപ്പോൾ ഈ കഷ്ടപ്പെടണമൊക്കെ നാളെ ഒരു കാലത്ത്, അല്ലേ, നാളെ മറ്റൊരു ജന്മം എടുക്കുമ്പോൾ ആ ജന്മത്തെ കഷ്ടപ്പാടുകളൊക്കെ കുറയ്ക്കട്ടെ, അല്ലേ? ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട് കൊണ്ട് അതിന്ന് കഷ്ടപ്പാടുകൾ കുറയട്ടെ. ഇത്രയും നേരം നമ്മൾ പറയുന്നത് ഹിന്ദു ബിലീഫാണ്, അല്ലേ? അതായത് ഹിന്ദുസത്തിലാണ് നമ്മൾ പറയുക പ്രീവിയസ് ബർത്ത്, നെക്സ്റ്റ് ബർത്ത് എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്സ് വരുന്നത്. ഇനി അടുത്ത ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കാം. May the sum of all evil balanced in this unreal world against the sum of good become diminished by your pain. അല്ലേ? അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യൻ ബിലീഫാണ്, അല്ലേ? അതായത് ഈ വേൾഡിലുള്ള മേ ബി ഇതിനകത്തും ചിലപ്പോൾ ഹിന്ദുയിസോ ഇസ്ലാം ബിലീഫോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ക്രിസ്ത്യൻ ബിലീഫിൻ്റെ ഒരു ഇതായിട്ടാണ്. എന്താ പറയുന്നത്? മേ ദ സം ഓഫ് ഓൾ ഈവിൽ ബാലൻസ്ഡ് ഇൻ ദിസ് അൺറിയൽ വേൾഡ് അഗെയിൻസ്റ്റ് ദ സം ഓഫ് ഗുഡ് ബിക്കം ഡിമിനിഷ്ഡ് ബൈ യുവർ പെയിൻ. അല്ലേ? അതായത് ഒരു നന്മ തിന്മകളുടെ ഒരു ബാലൻസ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആ നന്മകൾ നമുക്കറിയാം, നമ്മൾ ഭൂമിയിൽ നന്മയുണ്ട് തിന്മയുണ്ട്, അല്ലേ? ഈവിളും ഉണ്ട് ഗുഡ്നെസ്സും ഉണ്ട്. അപ്പോൾ ആ ഈവിൾനെസ് കുറയട്ടെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന കാരണം, അല്ലേ? നമ്മൾ യേശുവിൻ്റെ കാര്യത്തിലൊക്കെ പറയില്ലേ, ഭൂമിയിലെ മനുഷ്യർ ചെയ്ത പാപങ്ങളെ ഏറ്റുവാങ്ങി, അല്ലേ, ഭൂമിനെ മനുഷ്യർക്ക് സ്വർഗം കൊണ്ടുതരാൻ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നന്മ വരാൻ വേണ്ടി മനുഷ്യർ ചെയ്ത പാപങ്ങളുടെ ഫലം ഏറ്റുവാങ്ങിയത് ആരാണ്? യേശുവാണ്. അതുകൊണ്ടാണ് ഞാനത് ബിബ്ലിക്കൽ റെഫറൻസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ വേറെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഒപ്പീനിയൻ യു ക്യാൻ ഷെയർ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു റീഡിങ് പറഞ്ഞതാണത്. ഓക്കെ, ഇനി തിരിച്ചു വരാം.
May the poison purify your flesh of desire and your spirit of ambition, this said. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. നമ്മൾ പറയും 7 സിൻസ് എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ ബിലീഫിൽ വരുന്നതാണ് അല്ലേ. 7 സിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 7 സിൻസിലോ ഒരു സിന്നാണ് എന്ത് ഡിസയർ എന്ന് പറയുന്നത്. ഓവർ അംബീഷ്യസ് ആവരുത് എന്ന് പറയും നമ്മൾ അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും ഇവിടെ വരുന്നുണ്ട്. എന്ത് നിങ്ങളുടെ ഫ്ലഷിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആ വല്ലാണ്ടുള്ള അതിമോഹം അല്ലെങ്കിൽ ഗ്രീഡിനെസ് അല്ലേ, അതൊക്കെ എന്താണ് ഗ്രീഡി ആയിട്ടുള്ള ആ നേച്ചറിനൊക്കെ പ്യൂരിഫൈ ചെയ്യട്ടെ. And they sat around on the floor with my mother in the center, the piece of understanding on each face അല്ലേ. അവിടെ എന്താണ്, അപ്പം അമ്മ ഇങ്ങനെ കിടക്കുകയാണ്, അതിന് ചുറ്റും ആൾക്കാർ കൂടിയിരിക്കണം. അപ്പം അമ്മ ഇങ്ങനെ സെൻട്രലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാവരുടെയും മുഖത്തൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പീസാണ്. അതായത് ഒക്കെ ശരിയാവും എന്നുള്ള ആ ഒരു പീസ്, അതാണ് അവരുടെ മുഖത്തൊക്കെ കാണുന്നത്. More candles, more lanterns, more neighbors, more insects and the endless rain അല്ലേ. പിന്നെയും ക്യാൻഡിൽസ് വന്നു, മെഴുകുതിരികൾ വന്നു, പിന്നെയും വിളക്കുകൾ വന്നു, ഒരുപാടധികം നെയ്ബേഴ്സ് അല്ലേ, അയൽവക്കക്കാരൊക്കെ വന്നു. അപ്പം എന്താ, ഈ ക്യാൻഡിൽസും ലാൻറ്റേൺസ് ഒക്കെ വരും തോറും എന്താണ്, ഇൻസെക്ട്സും വരാണ്. പണ്ടത്തെ കാലമല്ലേ, ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പം അതാണ് ക്യാൻഡിൽസും ലാൻറ്റേൺസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെയും കുറേ ഇൻസെക്ട്സും വന്നു ഈ വെളിച്ചത്തിൻ്റെ ഒപ്പം അല്ലേ. ആൻഡ് ദ എൻഡ്ലെസ് റെയിനും നിന്നിട്ടില്ല, അതും കണ്ടിന്യൂ ചെയ്യണം. മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ എ മാറ്റ് അല്ലേ. അപ്പം അമ്മ ഇങ്ങനെ ഒരു മാറ്റില്ല, പായൽ ഇങ്ങനെ കിടന്നിട്ട് തിരിഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ കിടക്കുകയാണ്, വേദന കൊണ്ട് ഗ്രോൺ ചെയ്യുന്നുണ്ട് അല്ലേ. വേദന കാരണം ആ ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. മൈ ഫാദർ സ്കെപ്റ്റിക് rationalist trying every curse and blessing, powder, mixture, herb and hybrid അല്ലേ. അപ്പോൾ എന്താണ്, എൻ്റെ അച്ഛൻ സ്കെപ്റ്റിക്കാണ്, അതിലൊന്നും വിശ്വാസമില്ല അല്ലേ. ഭയങ്കര ഇങ്ങനത്തെ ഈശ്വരൻ അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. കുട്ടി പറയുന്ന കാര്യമാണ് കേട്ടോ. റാഷണലിസ്റ്റ് ആണ്, അതായത് ഭയങ്കര റീസണബിൾ ആണ്. എന്തും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. ഈവൻ അയാൾ എന്താ ചെയ്യുന്നത്, കുട്ടി ഇങ്ങനെയൊക്കെ അയാളെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും, അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിലും അങ്ങേരും എന്താ ചെയ്യുന്നത്, ഹി ഈസ് ഓൾസോ ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ് അല്ലേ. എല്ലാ എന്താ പറയുക മന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പൗഡർ മിക്സ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മേ ബി മെഡിസിനൽ ആയിരിക്കാം, അല്ലായിരിക്കാം അല്ലേ. അങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഹി ഈവൻ poured a little paraffin upon the bitten toe and put a match to it. അത് പാരഫിൻ എന്ന് പറയുന്നത് ഈ ഇത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ഫ്യൂവലാണ്. ആ ഫ്യൂവല് ഈ ബിറ്റൺ ടോ കാലിൻ്റെ തള്ളവിരലിലേക്കാണ്, വലിയ ഫിംഗറിലേക്കാണ് എന്താണ് കടിച്ചിരിക്കുന്നത്. ആ കടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഈ പാരഫിൻ ഒഴിച്ച് അവിടെ ഒരു എന്താ പറയുക തീപ്പെട്ടിക്ക് ഉരച്ച് കത്തിച്ചു അല്ലേ. ആ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കത്തിച്ചു. ഐ വാച്ച് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. അത് എൻ്റെ അമ്മയുടെ ആ ഭാഗത്ത് ഇങ്ങനെ കത്തണത് ഞാൻ നോക്കി നിന്നു, ഞാൻ കണ്ടു അല്ലേ. കണ്ടോ, ഇവിടെയൊക്കെ കുട്ടിയെ ഭയങ്കര ഇങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് കുറച്ച് വിട്ടുമാറി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. I watched the flame feeding on my mother. Yes, I watched the holy man perform his rites to tame the poison with an incantation. അല്ലേ, ഒരു മാജിക് ഒക്കെ ഉപയോഗിച്ച് എന്താ പറയുക, ആ പോയിസൺ ഇല്ലാണ്ടാക്കാൻ ഒരു ഹോളി മാൻ ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ ഞാൻ കണ്ടു. After 20 hours, it lost its sting. അല്ലേ, 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തായി, അതിൻ്റെ ആ കടിച്ചതിൻ്റെ ഇതൊക്കെ പോയി അല്ലേ. അത് ഇതൊക്കെ ചെയ്തതിൻ്റെ ആണോ അതോ 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തനിയെ അത് പോയതായിരിക്കാം അല്ലേ. എന്തായാലും 20 മണിക്കൂർ ഈ അമ്മ വേദന അനുഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞു, ആ വേദനയൊക്കെ പോയി, അതിൻ്റെ ആ സ്റ്റിങ്, ആ കടിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒക്കെ പോയി. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി, മൈ മദർ ഓൺലി സെഡ്, thank God the scorpion picked on me and spared my children. അല്ലേ, എൻ്റെ അമ്മ ആകെ ഇതാണ് പറഞ്ഞത്, എന്ത്, ഓ ദൈവമേ എന്തൊക്കെ പറഞ്ഞാലും അങ്ങ് കാത്തു, എന്നെ അല്ലേ കടിച്ചുള്ളൂ, കുട്ടികളെ കടിച്ചില്ലല്ലോ അല്ലേ. കുട്ടികളെ കടിച്ചിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താ. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മദർ. എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പല പല കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ വായിക്കുന്നതാണ്. പക്ഷേ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു അമ്മ അല്ലേ, ഏറ്റവും ആദ്യം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ചിന്തിക്കുക എന്താ, എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ അല്ലേ. അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ അമ്മയാണ് ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്താണ്, എന്നെയല്ലേ കടിച്ചുള്ളൂ, കുട്ടികളെ കടിച്ചില്ലല്ലോ, കുട്ടികൾക്ക് ഈ വേദന സഹിക്കേണ്ടി വന്നില്ലല്ലോ. അതാണ് ഈ പോയത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ
വേറൊരു പോമോ ഷോർട്ട് സ്റ്റോറി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.